ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് IPL റിട്ടൻഷൻ റൂളുകളെ കുറിച്ചാണ്. എന്താണ് 2025 റിട്ടൻഷനിൽ വന്നിട്ടുള്ള ശ്രദ്ധേയപരമായ മാറ്റങ്ങൾ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. IPL സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ വളരെ ഉപകാരപ്രദപ്പെടും എന്നുള്ളതാണ്. കാരണം വലിയൊരു റൂൾസ് ലിസ്റ്റാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ചുരുക്കി കൊണ്ടാണ് ഞാൻ ഇതിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ശ്രദ്ധേയപര മാറ്റം എന്ന് പറയുന്നത് പണ്ടുള്ള സീസണിലൊക്കെ ഇത് 4 താരങ്ങളെ നിലനിർത്താൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 6 താരങ്ങളെ നിലനിർത്താൻ പറ്റുമെന്നതാണ്. അപ്പൊ പല രീതിയിലുള്ള വിമർശനങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം 6 പ്ലേയേഴ്സിനെ നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ ആ ഓപ്ഷൻ എന്തിനാ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പോ 3-4 വർഷം കൊണ്ടാണ് ഒരു ടീം വളരെയധികം ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ഓപ്ഷനിൽ എത്തുമ്പോൾ അത് കൊളാപ്സ് ആയി പോവുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള ഫ്രാഞ്ചൈസികൾ 6 താരങ്ങളെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കൂറ് അവിടെ തന്നെ നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഇനി 6 താരങ്ങളെ നിലനിർത്താൻ ഒരു ഫ്രാഞ്ചൈസി തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, എങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ എന്നുള്ളത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് 5 ക്യാപ്ഡ് പ്ലസ് ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആക്കാം. അതല്ലെങ്കിൽ 4 ക്യാപ്ഡ് പ്ലസ് 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സ് നിലനിർത്താം. ഇനി എന്താണ് ക്യാപ്ഡ്, എന്താണ് അൺക്യാപ്ഡ്? ക്യാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ നാഷണാലിറ്റി ജേഴ്സി അണിഞ്ഞിട്ടുള്ള താരങ്ങളാണ് നമ്മൾ ക്യാപ്ഡ് എന്ന് വിളിക്കുക. അൺക്യാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാഷണാലിറ്റി ജേഴ്സി അണിയാത്ത താരങ്ങളാണ് നമ്മൾ അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് വിളിക്കുക. അത് ഇന്ത്യ ആവാം, ഇംഗ്ലണ്ട് ആവാം, ഓസ്ട്രേലിയ ഒക്കെ ആവാട്ടോ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരൊക്കെ എന്താണ് ക്യാപ്ഡ് പ്ലേയേഴ്സ്. അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നേഹൽ വധേരയും ആകാശ് മധുവാളും ഒക്കെ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആണ്. ഇനി ക്യാപ്ഡ് പ്ലേയേഴ്സിന് എത്ര തുക മുടക്കാം എന്നുള്ളതാണ്. 18 കോടി കൊടുത്തുകൊണ്ട് നമുക്ക് 2 താരങ്ങളെ നിലനിർത്താം. 14 കോടി കൊടുത്തുകൊണ്ട് വീണ്ടും 2 താരങ്ങളെ നിലനിർത്താം. 11 കോടി കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു താരത്തെ കൂടി നിർത്താം. അങ്ങനെ 5 റിട്ടൻഷനാണ് ക്യാപ്ഡ് പ്ലേയേഴ്സിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അൺക്യാപ്ഡ് പ്ലേയേഴ്സിൽ 4 കോടിയാണ് നമുക്ക് മുടക്കാൻ പറ്റുക. അങ്ങനെ ഇതെല്ലാം കൂടി മുടക്കുക. അപ്പോൾ ഒരു ടീമിന് എത്ര കോടി നഷ്ടപ്പെടും? 79 കോടി അവരുടെ പേഴ്സിൽ നിന്ന് നഷ്ടപ്പെടും. പണ്ട് 100 കോടിയായിരുന്നു അവരുടെ പേഴ്സിൽ ഉണ്ടായിരുന്നത്. ഇത് വലിയൊരു മാറ്റം ഈ ഒരു ഓപ്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. 120 കോടിയായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർക്കിന് 25 കോടിക്കൊക്കെ വിളിച്ചപ്പോൾ ബാക്കിയുള്ള താരങ്ങൾക്കൊക്കെ വലിയൊരു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഫുട്ബോളിന്റെ കേസിലാണെങ്കിൽ നെയ്മർ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫർ തുക സംഭവിച്ചപ്പോൾ ബാക്കിയുള്ള താരങ്ങൾക്കൊക്കെ അവിടെ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് കണ്ടു. അപ്പൊ ഇത് മനസ്സിലാക്കിയുള്ള ഫ്രാഞ്ചൈസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേഴ്സിലുള്ള തുക എന്ന് പറയുന്നത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 100 എന്നുള്ളത് 120 മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ 75 അല്ലെങ്കിൽ 79 കോടി മുടക്കിയിട്ട് ഒരു ടീം നിന്ന് കഴിഞ്ഞു. അപ്പോൾ 75 കോടി മുടക്കുകയാണെങ്കിൽ 45 കോടി അവരുടെ പേഴ്സിൽ ഉണ്ടാവും. 79 കോടിയാണ് മുടക്കുന്നതെന്നുണ്ടെങ്കിൽ 41 കോടി അവരുടെ പേഴ്സിൽ റിമൈനിങ് ആയിട്ടുണ്ടാവും. ഇനി വേറൊരു പോസിബിൾ എന്ന് പറയുന്നത് 6 പ്ലേയേഴ്സിനെ അവരെ നിലനിർത്തിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഫ്രാഞ്ചൈസികൾക്ക് RTM കാർഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് വേറൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് RTM? റൈറ്റ് ടു മാച്ച് എന്നുള്ളതാണ് RTM കാർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ 6 പ്ലേയേഴ്സിനെ നിലനിർത്തിയില്ല. മുംബൈ ഇന്ത്യൻസ് എക്സാമ്പിൾ എടുക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ നിലനിർത്തിയില്ല. വെറും 4 താരങ്ങളെ അല്ലെങ്കിൽ 5 താരങ്ങളെ അവർ നിലനിർത്തിയുള്ളൂ എന്ന് വിചാരിക്കുക. രോഹിത് ശർമ്മ നേരെ ഓപ്ഷനിലേക്ക് പോവാണ്. ചെന്നൈ 14 കോടി കൊടുത്തുകൊണ്ട് രോഹിത് ശർമ്മയെ സ്വന്തമാക്കാൻ തീരുമാനിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കില്ല. ഇൻ കേസ് സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, വേണമെങ്കിൽ RTM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന് രോഹിത് ശർമ്മയെ സ്വന്തമാക്കാം ചെന്നൈയുടെ സമ്മതപ്രകാരം. ഓക്കെ. ഇനി അതല്ല, വീണ്ടും ചെന്നൈക്ക് 16 ആക്കാം, 17 കോടിയൊക്കെ ആക്കിയിട്ടും അപ്പോഴും വേണമെങ്കിലും ഇവിടെ മുംബൈ ഇന്ത്യൻസിന് RTM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് രോഹിത് ശർമ്മയെ വേണമെങ്കിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് RTM കാർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധേയപരമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ ലാസ്റ്റ്, അതായത് ഒക്ടോബർ 31 അകം എല്ലാ ഫ്രാഞ്ചൈസികളും അവരുടെ റിട്ടൻഷന്റെ ലിസ്റ്റ് പുറത്തുവിടണം എന്നുള്ളതാണ് BCCI നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് IPL ഇപ്പോഴുള്ള റിട്ടൻഷനുള്ള വലിയ വലിയ മാറ്റങ്ങൾ. പിന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലെയറിനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്താം. ഇമ്പാക്ട് പ്ലെയർ റൂളും ഈ 2 വർഷം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് BCCI അറിയിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് വലിയ വലിയ മാറ്റങ്ങൾ. എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും